ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മുടെ ഓൾ ഇന്ത്യ ട്രിപ്പിലെ 17ാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ആഗ്രയിലെ ആഗ്ര ഫോർട്ട് കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ ആഗ്രയിൽ നിന്നും 700 കിലോമീറ്റർ സഞ്ചരിച്ച് പഞ്ചാബിലെത്തിയതിന് ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മൾ പ്രസിദ്ധമായ ഗോൾഡൻ ടെമ്പിൾ കാണുവാനായിട്ടാണ് പുറപ്പെട്ടത്. നമ്മളെടുത്ത റൂമിൽ നിന്നും അധിക ദൂരമില്ല ഗോൾഡൻ ടെമ്പിളിലേക്ക്. മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉൾഭാഗത്തായിട്ടാണ് ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. വാഹനങ്ങളും കച്ചവടക്കാരുമായി നല്ല തിരക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ വിളിച്ചാണ് ഗോൾഡൻ ടെമ്പിളിനടുത്തെത്തിയത്. റൂമിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റേഴ്സ് ദൂരമുള്ളൂ. 100 രൂപയാണ് ചാർജ് വന്നത്. അധിക വാഹനങ്ങളൊന്നും ഗോൾഡൻ ടെമ്പിളിനടുത്തേക്ക് പോകുന്നതായി കണ്ടില്ല. ചെറിയ സൈക്കിൾ റിക്ഷ, ഓട്ടോറിക്ഷ പോലുള്ളവയെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ ഇതുപോലെ ടവൽ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരുന്നു. 15-20 രൂപയാണ് വില പറയുന്നത്. ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് തലമറക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലുള്ള ടവലായാലും മതി. ബട്ട് ഇതൊരു കച്ചവടമാക്കുന്നവരാണിവർ. ഓട്ടോ ഇറങ്ങി അല്പം നടക്കേണ്ടതുണ്ട്. നല്ല വൃത്തിയോടെ പരിപാലിക്കുന്നുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാലറിയാം. അത്യാവശ്യം നല്ല തിരക്കും വഴിയോര കച്ചവടക്കാരും. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിനടുത്തെത്തി. നമുക്ക് ഇതുപോലെ ചെരുപ്പെല്ലാം പുറത്ത് അഴിച്ചു വെച്ച് ഷെൽഫിനകത്താക്കിയതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാം. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി അതിന് മുൻവശത്ത് കാണുന്ന വെള്ളം നിറച്ച ഭാഗത്ത് നമ്മൾ കാലെല്ലാം ഒന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നു. കാലിലെ അഴുക്കോ പൊടിയോ എന്തെങ്കിലും ഉൾഭാഗത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അകത്ത് പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നവരെയും അവിടെ വിശ്രമിക്കുന്നവരെയും അതുപോലെ പാത്രം കഴുകിയെടുക്കുന്നവരെയും ഫുഡ് സെർവ് ചെയ്യുന്നവരെയും എല്ലാം കാണാം. ഇതെല്ലാം ചെയ്യുന്നവർ അവിടെയുള്ള ജോലിക്കാരൊന്നുമല്ല. നല്ല പ്രവൃത്തികൾ ചെയ്യാൻ താല്പര്യമുള്ളവർ അവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അമൃതസറിനെ കുറിച്ച് ചെറുതായിട്ട് വിവരിക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ പഞ്ചാബ് സംസ്ഥാനത്തിൽ അമൃതസർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ഹർമന്ദിർ സാഹിബ്. ഹർമന്ദിർ സാഹിബിന് 4 വാതിലുകളുണ്ട്. ജാതി മത വ്യത്യസ്തമില്ലാതെ എല്ലാ മനുഷ്യർക്കും കടന്നു വരാം എന്ന അർത്ഥം വയ്ക്കുന്നു ഈ 4 വാതിലുകളും. മുകളിലെ നില മുഴുവൻ സ്വർണം പൂശിയതാണ്. ഗോൾഡൻ ടെമ്പിൾ സിഖുകാർ വിശുദ്ധമായി കാണുന്നു. പകൽ സമയം അവരുടെ മതഗ്രന്ഥവും രാത്രി വേറൊരു അവരുടെ വിശുദ്ധ ഗ്രന്ഥവും. എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ദേവാരാധന നടത്താമെന്നുള്ള കോൺസെപ്റ്റിലാണ് ഇവിടെ ഇത് സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആ കാണുന്ന സ്വർണ്ണ നിറത്തിലുള്ള ഗോൾഡൻ ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കുവാൻ വരിയായി ആളുകളുടെ വലിയൊരു ക്യൂ തന്നെ കാണാം. ജസ്റ്റ് അവിടെയെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ ജാലിയൻ വാല ബാഗ് കാണുവാനായിട്ടാണ് പോയത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ജാലിയൻ വാല ബാഗ് സ്മാരകം വരുന്നത്. ഏകദേശം 400 മീറ്റർ ദൂരമേ ഉള്ളൂ. ഈ കാണുന്ന ഇടുങ്ങിയ പ്രവേശന കവാടത്തിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഫ്രീ എൻട്രി ആണ്, ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് പ്രവേശിക്കാം. ഇന്ത്യയിലെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ജാലിയൻ വാല ബാഗ്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മക്കായാണ് ഇത് നിലകൊള്ളുന്നത്.
ഈ സ്മാരകത്തിൽ മ്യൂസിയം, ഗാലറി, നിരവധി സ്മാരക ഘടനകൾ എന്നിവ ഉൾപ്പെടുന്നു. 1919 ഏപ്രിൽ 13 സിഖുകാരുടെ ബൈശാഖി ഉത്സവ ദിനമായിരുന്നു. അന്ന് അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ് മൈതാനത്തിൽ പോലീസ് അതിക്രമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. ആയിരക്കണക്കിനു സിഖുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും അന്ന് ജാലിയൻ വാലാബാഗിലെ മൈതാനിയിൽ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ ഇന്ത്യക്കാരോടുള്ള മോശമായ പ്രസ്താവനയ്ക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് അന്ന് ആ യോഗം കൂടിയത്. ആ സമയത്ത് അന്ന് അമൃത്സറിലെ സൈനിക കമാൻഡറായിരുന്ന ജനറൽ റെജിനാൾഡ് ഡയർ 90 അംഗങ്ങൾ വരുന്ന ഒരു സായുധ സേനയുമായി മൈതാനം വളഞ്ഞു. ജാലിയൻ വാലാബാഗ് മൈതാനം മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ്. മൈതാനത്തിലേക്കുള്ള വാതിലുകൾ ഇടുങ്ങിയതുമായിരുന്നു. അന്ന് അവിടെ കൂടിയ യോഗം പിരിഞ്ഞു പോകുന്നതിന് മുന്നേ കമാൻഡർ ഡയർ വെടിവെപ്പിന് ഉത്തരവിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. വെടിക്കോപ്പുകൾ തീരുന്നതുവരെ വെടിവെക്കാൻ ഭടന്മാർക്ക് ഉത്തരവ് നൽകി. വെടിയുതിർത്ത പാടുകൾ ഈ ചുവരുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്നു. പഠന ബുക്കുകളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ, അന്ന് നടന്ന കലാപത്തിൻ്റെ ഓരോ മുറിപ്പാടുകളും നേരിട്ട് കാണുമ്പോൾ മനസ്സിലെന്തോ ഓരോ ഇന്ത്യക്കാരനും തോന്നാവുന്ന ഒരു വിങ്ങൽ. ആയിരത്തിലധികം പട്ടാളക്കാർ ചേർന്നാണ് ജനക്കൂട്ടത്തിനു നേരെ വെടികൾ ഉതിർത്തത്. അപ്രതീക്ഷിതമായി വന്ന ഈ ദുരന്തത്തിൽ നിന്നും രക്ഷ നേടാനായി ജനങ്ങൾ അവിടെയുള്ള കിണറിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ആ കിണർ ഇപ്പോൾ ഗ്ലാസ് ഇട്ട് സംരക്ഷിച്ച് സന്ദർശകർക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഈ കിണർ ഷഹീദ് വെൽ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ കിണർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ കാലഘട്ടത്തിലെ ചരിത്ര സംഭവങ്ങളും വിവരണങ്ങളും ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. സന്ദർശകർക്കായി തിയേറ്ററിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ചിത്ര ആവിഷ്കാരവും ചെറിയ രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നു. നമ്മളങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം പുറത്തേക്കിറങ്ങി. സ്ട്രീറ്റ് നിറയെ ജനങ്ങളാണ്. ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ലസ്സി. ലസ്സി വളരെ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ, പക്ഷെ നല്ല ചൂടിൽ തണുപ്പോടുകൂടി മാംഗോ ഫ്ലേവർ ആയിട്ടുള്ള ലസ്സി കഴിച്ചത്, ആ ഒരു രുചി ഇന്നും ടേസ്റ്റ് പോവാതെ നാവിൻ തുമ്പത്ത് തന്നെ ഉണ്ട്. 40 രൂപയാണെന്നു റേറ്റ്. അമൃത്സർ വിസിറ്റ് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ലസ്സി എല്ലാം കഴിച്ചതിന് ശേഷം
നമ്മൾ റൂമിലേക്ക് തിരിച്ചു. ഇന്ന് തന്നെ 3 മണിക്ക് നമ്മൾ സന്ദർശിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ട്. എൻ്റെ ഒരു ഡ്രീം ഡേ എന്ന് തന്നെ പറയാം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് ആ വീഡിയോയുമായി വരുന്നത് വരെ, അമൃതസറിലെ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവരോടും ടാറ്റാ.